ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ് ബസൂക്ക സിനിമയുടെ ഒരു സെക്കൻഡ് സ്നീക്ക് പീക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇത് ഫസ്റ്റത്തെ പോലെ അല്ല, ഗംഭീരാണ് എന്നുള്ളതാണ് അയച്ചെന്ന ആൾക്കാർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കണ്ടു നോക്കാം. എന്തായിരിക്കും ഗംഭീരം? കണ്ടാലല്ലേ പറയാൻ പറ്റുള്ളൂ, കണ്ടിട്ടില്ലല്ലോ. സർപ്രൈസ് എന്തെങ്കിലും ഉണ്ടോ? നോക്കാം. ഓക്കെ, The sound consumes. Get the ill style and the shit go boom. Back to the game hunter. Game come back. Man, every woman hype on the track. ഇത് ന്യൂ ജനറേഷൻ കാലമാണ് ബ്രോ. സൂക്ഷിച്ച് കളിച്ചില്ലെങ്കിൽ ഗെയിം ഓവർ ഗെയിം ഓവറാക്കി വീട്ടിൽ തന്നെ ഒരുപാട് പേര് ശ്രമിച്ചു. പക്ഷേ ഞാനിവിടെ ജോയിസ്റ്റിക് പിടിച്ച് എന്ന് ഗെയിം കളിച്ച് നടക്കുമ്പോൾ അവർ അതൊരു ഒന്നൊന്നര ലുക്കാണ് മക്കളെ. ക്ലൈമാക്സ് അത് എന്തൊക്കെ പറഞ്ഞാലും പോളി സാധന. എന്തൊരു ലുക്കാണ് അതിലെ സ്വാഗ്, സ്റ്റൈല്, പിന്നെ ഡയലോഗ് ഡെലിവറി, ചില സമയത്തൊക്കെ പറയണ സാധനം ഉണ്ടല്ലോ, കിണ്ണം കാച്ചിയായിട്ടോ. ഒരു ചിരി ഉണ്ടല്ലോ പറഞ്ഞോണ്ട്, ഒറ്റ ചിരിയാണ്ടിരിക്കും ഇങ്ങനെ വന്നിട്ട് എന്നിട്ട് അവിടെ അത് ഗംഭീര സാധനം കേട്ടോ. അത് പൊളിയാണ്. ഇതിന്റെ മുൻപ് നമ്മൾ കാണാത്തായിട്ടാണ് നമുക്ക് ചെയ്തതിൽ വേറിട്ടൊരു സാധനം. ഇതിന്റെ വേറൊരു സാധനമായിരുന്നു ബ്രഹ്മയുഗത്തിലുണ്ടായിരുന്നത്. ബ്രഹ്മയുഗത്തിൽ ആ ക്ലൈമാക്സിലൊക്കെ വന്നിട്ട് ചെയ്ത് തകർത്ത സാധനം ഉണ്ടല്ലോ, അത് ഇതിന്റെ വേറൊരു സാധനം കേട്ടോ. അത് പിന്നെ ഇവർക്കൊക്കെ ഓക്കെ ആയിരിക്കും. ഇതിപ്പോ അതെന്താ ഇങ്ങനെ എന്ന് ചിന്തിച്ചവർക്ക് അല്ലെങ്കിൽ ചോദിച്ചവർക്ക് ബ്രഹ്മയുഗത്തിലുള്ളത് ഓക്കെ ആയിരിക്കും. ആ ക്യാരക്ടർ അങ്ങനെയാണല്ലോ, അതിൽ ചാത്തനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഹൊറർ എലമെന്റ്സ് ഉള്ളത് കൊണ്ട് അത് ഓക്കെ ആയിരുന്നു. ഇത് ചിലർക്ക് ഓക്കെ അല്ല. ഇത് ചില ആൾക്കാർക്ക് ഇത് പറ്റിയിട്ടുണ്ടാവില്ല. പക്ഷെ നമുക്ക് നോക്കുമ്പോൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു എക്സ്പെരിമെന്റൽ മൂവിയാണ്. അപ്പൊ അതിൻ്റെതായ അല്ലാണ്ട് ഇതിനു മുന്നേ മലയാളത്തിൽ ഒരു ഗെയിം ത്രില്ലർ മൂവി ഒന്നും വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ അതിനെ കാണണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ രീതിയിൽ എടുക്കണം. അതെ, അഴിഞ്ഞാട്ടം ആ രീതിയിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇത് മമ്മൂട്ടിൻ്റെ അഴിഞ്ഞാട്ടം നമുക്കിവിടെ വേണ്ട, അജിത്തിന്റെ അല്ലെങ്കിൽ വേറെ ഇതൊക്കെ ഓക്കെയാണ് എന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാ. അത് അതിന് ചില ആൾക്കാർക്കേ ഉള്ളൂ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. അത് അങ്ങനെ അത് എത്രയാന്നൊക്കെ പറഞ്ഞാലും എന്താ പറയാ, അങ്ങനെ ഈ പിട്ടത്തം വിട്ട് നിൽക്കുന്ന ടീമുകളുണ്ടല്ലോ, ഇയാളുടെ പടം വരുമ്പോൾ ഇങ്ങനെ തന്നെ പറയണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ, അങ്ങനെയുള്ള കുറെ ആൾക്കാരാണ് ഇതിന്റെ ഒക്കെ ഏറ്റവും വലിയ പ്രശ്നം. അല്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെടാതെ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തിയേറ്റർ റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഫാമിലിയൊക്കെ കയറിയിട്ട് മികച്ച അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒരു ട്രോൾ വീഡിയോ ഉണ്ട് ഇതുപോലെ തന്നെ, ഒരു തിയേറ്റർ റെസ്പോൺസ് ആണ്. ഫസ്റ്റ് ദിവസത്തെ വന്നതാണെന്ന് തോന്നുന്നുണ്ട്, അറിഞ്ഞൂടാ. എന്തായാലും ആ ഒരു വീഡിയോ കാണാം. എന്തായാലും നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ, അതായത് ഇത് നല്ലതായിരുന്നു, നല്ലതെന്ന് പറയാൻ പാടില്ലല്ലോ. എന്തെങ്കിലും നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡബിൾ സ്റ്റാൻഡേർഡ് ആൾക്കാരായി മാറും. അതുകൊണ്ട് പ്രശ്നമാണ്. പക്ഷെ നല്ലത് നമുക്ക് നല്ലതെന്ന് പറയാതിരിക്കാൻ വയ്യ. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. ഇതിനകത്ത് ഈ ഒരു സിനിമ നല്ലതെന്ന് പറയുമ്പോൾ ആ സിനിമയിൽ മോശം ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. അതാദ്യം ഒന്ന് മനസ്സിലാക്കുക. അല്ലാണ്ട് നല്ലതെന്ന് പറഞ്ഞാൽ അവര് 100% അത് സൂപ്പർ എന്ന് പറഞ്ഞു, അങ്ങനെ അല്ല പറയുന്നത്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ വേറൊന്ന്, അതായത് മമ്മൂട്ടി ഫാൻ ആണ് എന്ന് സമ്മതിക്കാൻ ഇവർക്ക് എന്താ മടിയെന്ന്. അങ്ങനെയാണെങ്കിലല്ലേ സമ്മതിക്കേണ്ട അവസ്ഥയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഒരു 2007 അതായത് മായാവി, പിന്നെ രാജമാണിക്യം, ഈ സമയങ്ങളിൽ ഒക്കെ മമ്മൂട്ടി ഫാൻ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സമ്മതിക്കുന്നു. പിന്നെ അതുപോലെ രാവണപ്രഭു, നരസിംഹം, അങ്ങനെ കുറച്ച് സമയമുണ്ടല്ലോ, ആ സമയത്ത് ഒരു മോഹൻലാൽ ഫാൻ ആണെന്ന് പറഞ്ഞാൽ അതും സമ്മതിക്കും. ഇപ്പോ അങ്ങനെ പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോ അഥവാ സമ്മതിക്കുകയാണെങ്കിൽ തന്നെ സമ്മതിച്ചു വരും. ഞങ്ങൾ മമ്മൂട്ടി ഫാൻസ് ആണ്, മോഹൻലാൽ ഫാൻസ് ആണ്, പൃഥ്വിരാജ് ഫാൻസ് ആണ്, ടോവിനോ ഫാൻസ് ആണ്, അജിത്ത് ഫാൻസ് ആണ്, വിജയ് ഫാൻസ് ആണ്, സൂര്യ ഫാൻസ് ആണ്, അങ്ങനെ എല്ലാവരുടെയും ഫാൻസാണ്. അത്രേ ഉള്ളൂ. 2010 മുൻപ് നമ്മൾ ഓരോരുത്തർക്ക് വേണ്ടി ഒരാൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അവർക്ക് വേണ്ടി മാത്രം വാദിച്ചു പോയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു.
അതൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെ അല്ലാത്ത സ്ഥിതിക്ക് ഞങ്ങൾ എന്തിനും സമ്മതിച്ചു തരണം. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ അർജന്റീന ഫാൻസ് ആണെന്ന് സമ്മതിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടില്ലേ? പറയും. കാട്ട മെസ്സി ഫാൻസാണ് ഞങ്ങൾ. ആ സമയത്ത് എപ്പോഴെങ്കിലും മെസ്സി ഫാൻ അല്ല വേറെ ആരെങ്കിലും പുകഴ്ത്ത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി, അതായത് അവിടെയും ഇവിടെ നിൽക്കുന്നൊരവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സംസാരിക്കുന്ന കണ്ടിട്ടുണ്ടാവോ? കണ്ടിട്ടുണ്ടോ? ഇല്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഉള്ളിൽ ഫാനിസം ഉണ്ട് അവിടെ. തീർച്ചയായും. കാരണം ഞങ്ങൾ മെസ്സി ഫാൻസ് ആണ്. മെസ്സിയാണ് ഞങ്ങൾക്ക് എല്ലാം. മെസ്സി അർജന്റീന. അത് നിങ്ങൾക്ക് അന്ന് ഞങ്ങളിപ്പോൾ പറയുന്ന ഈ ഒരു വീഡിയോനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഇതിനു മുൻപ് ഞങ്ങൾ ഇഷ്ടംപോലെ വീഡിയോ ഇട്ടുണ്ട്. അല്ല, ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ പറയുള്ളൂ. വീണ്ടും തുടങ്ങിയത് അത് കുഴപ്പമില്ല. നിങ്ങൾ വേണമെങ്കിൽ ആ വീഡിയോ എടുത്ത് നോക്കിക്കോ. 2022 വേൾഡ് കപ്പ് അർജന്റീന വേൾഡ് കപ്പ് അടിച്ച സമയങ്ങളിൽ ഞങ്ങൾ ഓരോ സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞങ്ങളുടെ അഹങ്കാരവും കാണാം. ആ രീതിയിലുള്ള ഫാനിസം ഞങ്ങൾക്ക് സിനിമയിലില്ല. ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ പറയുള്ളൂ. നമുക്ക് അവിടെ മറ്റുള്ളവരെയൊക്കെ സമ്മതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമുണ്ട്. പിന്നെ മെസ്സിന്റെ അടുത്തേക്ക് നമ്മൾ ആരെങ്കിലും വെക്കുമോ? ഒരാളെയും വെക്കൂല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, സിനിമയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഈ ഫാനിസമൊക്കെ ഞങ്ങൾ ഒഴിവാക്കിയതാ. നമുക്കൊക്കെ ഉണ്ടായിരുന്നത് തന്നെയാണ്. അതെ, ഞങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നു ഒരാളോട് മാത്രം. അതെ, ഭയങ്കരമായിട്ടുള്ള അയാളുടെ പടം മാത്രം കാണുന്ന മറ്റു പടങ്ങളിലൊക്കെ ഇപ്പൊ ഈ പറയുന്ന പോലെ കമന്റ് അടിച്ചുന്ന അങ്ങനത്തെ ഒരു രീതി ഉണ്ടല്ലോ, തർക്കിക്കുന്ന സമയത്ത് കേട്ടോ. അല്ലാതെ അല്ല, അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ നമ്മളും ചെയ്തിട്ടുള്ള ഘട്ടം ഞങ്ങളതും കഴിഞ്ഞു പോയതാണ്. കഴിഞ്ഞു പോയത് അത് പാസ്റ്റാണ്. അത് പോയതാ. ഇനി നിങ്ങൾ ഇനി എത്രയൊക്കെ മമ്മൂട്ടി ഫാൻസ് ആണെന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനകത്ത് ഒരു അത് നിങ്ങൾ പറയുന്നു, നിങ്ങൾ തന്നെ അതിന് മറുപടി ഉണ്ടാക്കിക്കൊണ്ട് പോകും, അത്രേ ഉള്ളൂ. ഓക്കെ. അതെ, ഒരു പെണ്ണെടുക്കുക, എന്നിട്ടൊരു കഥ ചിന്തിച്ചിട്ട് കഥ എഴുതാനായിട്ട് തുടങ്ങുമ്പോൾ നമ്മൾ എഴുതി അങ്ങ് ഫലിപ്പിച്ച് വരുമ്പോൾ അപ്പം നമുക്ക് ഓരോരുത്തരുടെ മുഖം അങ്ങനെ ഓർമ്മ വരും. അപ്പം മനസ്സിലാവും നമ്മുടെ ഉള്ളിൽ ഫാനിസം എന്ന് പറഞ്ഞ സാധനം പോയി എന്നുള്ളത്. അതായത് ഒരു കഥാപാത്രം ഇത് മോഹൻലാലിന് പറ്റിയതാണ്, ഒരു കഥാപാത്രം ഇത് മമ്മൂട്ടിക്ക് പറ്റിയതാണ്, അങ്ങനെ തോന്നും. ഇപ്പൊ ഒരു കോളേജ് സ്റ്റുഡന്റിന്റെ കഥ എഴുതാണ്, എന്റെ ഫേവറേറ്റ് മമ്മൂട്ടിയും ഇവന്റെ ഫേവറേറ്റ് മോഹൻലാലാന്ന് വിചാരിച്ചു. ആ കഥ എഴുതിയിട്ട് എന്റെ ഫേവറേറ്റ് മമ്മൂട്ടി തന്നെ കോളേജിൽ അഭിനയിക്കാൻ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഓരോരുത്തർക്കും ഓരോ സംഭവങ്ങളുണ്ട്, അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് അതിന്റെ മുകളിലേക്ക് ഏതോ ഒരു കമന്റിലാണ് കണ്ടത് അല്ലേ, എന്താ ചില സമയത്ത് ഏട്ടനെന്ന് വിളിക്കും, ചില സമയത്ത് അങ്ങനെയൊക്കെ ഇപ്പൊ അതേ വീഡിയോയിൽ തന്നെ മമ്മൂട്ടിന്ന് വിളിച്ചിട്ടുണ്ട്. അതെ, മമ്മൂട്ടിന്ന് വിളിച്ചിട്ടുണ്ട്, മോഹൻലാലിന്ന് വിളിച്ചിട്ടുണ്ട്, സുരേഷ് ഗോപിന്ന് ഒക്കെ വിളിച്ചിട്ടുണ്ട്. ഇവർക്ക് ചേട്ടാന്ന് എപ്പോഴും നമ്മുടെ നാവിൽ ഇങ്ങനെ വരുന്ന സംഭവങ്ങളൊന്നും ഞങ്ങൾ ഇതുവരെ മെസ്സി ചേട്ടാന്ന് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഘട്ടം മെസ്സിന്റെ ആൾക്കാരാ. സച്ചിന്റെ കടുത്ത ആരാധകരാ ഞങ്ങള്. സച്ചിന്റെ പ്രാന്തന്മാര് മുംബൈ ഇന്ത്യൻസ് ISL IPL ഞങ്ങൾ ഇതുവരെ സച്ചിനേട്ടാ എന്ന് വിളിച്ചിട്ടില്ല. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയുള്ള ആൾക്കാരെ വേണമെങ്കിൽ വിളിച്ചോളൂ, അത്രേ ഉള്ളൂ. നമുക്ക് പറയുന്ന സമയത്ത് ചിലപ്പം ലാലേട്ടാന്ന് വിളിക്കേണ്ടി വരും, ചിലപ്പോൾ മോഹൻലാൽ എന്നെടുത്ത് പറയേണ്ടി വരും, ചിലപ്പോൾ മമ്മൂക്കാന്ന് വിളിക്കേണ്ടി വരും, മമ്മൂട്ടി എന്ന് പറയേണ്ടി വരും. അതിനകത്തൊക്കെ വിഷമമുള്ളവര് വിഷമിക്കാന്നല്ലാണ്ട് നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. ഓക്കെ, ആൽബിൻ ജോഷിന്റെ ട്രോൾ വീഡിയോ ആണ്. യെസ്. ഓക്കെ, കണ്ണ് പുറത്ത് വരുന്നത്. എന്റെ മോനെ കണ്ടിക്കാൻ താങ്കളെ കുറിച്ച് അറിയും തോറും ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഒരു രക്ഷയില്ല, പിടിച്ചാൽ കിട്ടൂല, ഒരു രക്ഷയില്ല. ഇനി സാറ്റിസ്ഫാക്ഷനോടുകൂടി യാത്ര തുടരാം. എല്ലാ മാന്യതയും ഈ വേഷത്തിൽ കാണുന്നുണ്ട്. വേഷത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും ഉണ്ട്. എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല. മമ്മൂട്ടിയുടെ ഓരോ എൻട്രിയും രോമാഞ്ചം, ഒന്നും പറയാനില്ല. അന്നത്തെ മലയാള സിനിമയിലെ ഒരു പൊട്ടൻ വിസ്മയം. ഇപ്പോഴാ മനസ്സിലൊരു സമാധാനമായി. ഗംഭീര പടം. സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞ രോമാഞ്ച പടം. ആൾക്കാർ എഴുന്നേറ്റ്
വർഷമായി മലയാള സിനിമയിലെ പല ഗെയിമുകളും കളിക്കുകയാണ് മമ്മൂക്ക. ഈ പ്രായത്തിലും എന്നാ ഒരു ഇതാ മമ്മൂക്ക അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയാണ്, അത്ഭുതങ്ങൾ. ഐശ്വര്യമാണ് വന്ന് കിട്ടിയിരിക്കുന്നത്. അരമണിക്കൂർ സീറ്റിൽ കിട്ടാതിരുന്ന കാണികൾ കോരിത്തരിച്ചുപോയി. തരിച്ചുപോയി. UK കിഡ്സിലുള്ള മമ്മൂക്കയുടെ സ്നേഹോപകാരം എന്നൊക്കെ പറയുന്ന രീതിയിൽ പടം മേക്ക് ചെയ്തേക്കണത് എന്തായാലും കലക്കിടാൻ നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. ഒരു രക്ഷയില്ലാത്ത ക്ലൈമാക്സ് എന്ന് പറഞ്ഞാല് ഒരിക്കലും ഈ അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു ക്ലൈമാക്സോ ഇങ്ങനെ ഒരു ത്രില്ലിംഗ് മൂവി ഉണ്ടായിട്ടില്ല. അടിപൊളി മൂവി, കിടുക്ക്. അഭിനന്ദിക്കാൻ കിടുക്കോ കിടുക്ക് പടം വേറെ ലെവലാണ്. എനിക്ക് രോമാഞ്ചം ഉണ്ടായി. കരച്ചിൽ കേൾക്കുമ്പോ എനിക്ക് അവിടെ നിന്നൊക്കെ ചൊറിഞ്ഞ് കയറുവാ. ക്ലൈമാക്സ് 20 മിനിറ്റ് എന്റെ അമ്മ ഒന്നും പറയണം. ഈ പറഞ്ഞു അതെ അതെ, ഇത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. അടിപൊളി അടിപൊളി. അവസാനം 40 മിനിറ്റ് ഇക്ക അഴിഞ്ഞാട്ടം. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും വീട്ടിൽ പോവാം. ഈ അക്കോള അല്ല ഒരു കാര്യം പറയാനുണ്ട് അതിലേ എമ്പുരാൻ തീർന്നു എന്നൊക്കെ പറയുന്നുണ്ടേ. ലൂസിഫർ തീർന്നു എന്നല്ലേ പറയുന്നത്? എമ്പുരാൻ ആണോ? ലൂസിഫർ തീർന്നു എന്ന് പറയുന്നല്ലോ. ഓക്കെ ശരി എന്ന് പറയുന്നത്. അതല്ലാതെ എമ്പുരാൻ തീർന്നു എന്നുള്ള രീതിയിലുള്ള ഓക്കെ, ഞാനത് ശ്രദ്ധിച്ചില്ല. അങ്ങനത്തെ അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണ്ട. അത് കുറച്ച് കടന്നു കൈയായി പോയില്ലേന്ന് ചിന്തിക്കേണ്ടി വരും. അങ്ങനെ ഒരു സിനിമ അല്ലല്ലോ അത്. തീർച്ചയായിട്ടും അതൊക്കെ ചിന്തിക്കുന്നവര് ഏത് റേഞ്ചിലാ ചിന്തിച്ചതെന്നാണ് മനസ്സിലായത്. ഇപ്പൊ പറയും നിങ്ങൾ ചിന്തിച്ച അതേ റേഞ്ചിൽ തന്നെ ആയിരിക്കും ചിന്തിച്ചത്. അത് നമുക്കിപ്പൊ നല്ല രാശി ആയതുകൊണ്ട് കിട്ടാനുള്ള അങ്ങനത്തെ ലെവലിലേക്ക് അത് പോയി കഴിഞ്ഞു കഴിഞ്ഞാല് സിനിമയുടെ ഒരു വലുപ്പം എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതെ, സിനിമക്കൊരു വലുപ്പമുണ്ട്, ഒരു കനുണ്ട്. അത് എമ്പുരാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വലിയ വലുപ്പമുണ്ട്. അത് നെഗറ്റീവ് അപ്പൊ ഇതിനർത്ഥം ഇത് ഫുൾ പോസിറ്റീവുള്ള സിനിമയാണെന്നല്ല. ഈ സിനിമക്കൊരു വലുപ്പമുണ്ട്. അതും ഇതും നോക്കിക്കഴിഞ്ഞാൽ എത്രയോ മാറ്റമുണ്ട്. അതിപ്പോ അത് വേണമെങ്കിൽ എടുത്തു പറയാം. ഇപ്പൊ അതാ ബസൂക്ക സിനിമേന്റെ കൂടെ മരണമാസം എന്ന് പറഞ്ഞ സിനിമ വന്നു. അതെ, അതിന് മരണമാസിനേക്കാളും വലിയ ഒരു സിനിമയാണ് ബസൂക്ക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വലിപ്പ വ്യത്യാസമാണ് കേട്ടോ മീൻ ചെയ്തത്. അങ്ങനെ ഒരു വലിപ്പ വ്യത്യാസം എമ്പുരാനുണ്ട്. യെസ്, അതിനി മാറണമെങ്കിൽ വേറെ വലിയ സിനിമ വരണം. ഇപ്പോൾ തുടരൂലും ലാലേട്ടൻ തന്നെയാണ് നായകൻ, എമ്പുരാനിലും ലാലേട്ടൻ തന്നെയാണ് നായകൻ. അതെ, പക്ഷെ തുടരൂന് ആ വലിപ്പം വരില്ല, അത്രയും വരില്ല. അത് വേറെ വലിപ്പമാണ്. അതുകൊണ്ട് അതിന്റെ കൂടെ കമ്പയർ ചെയ്യാൻ പാടില്ല. അതാ പറഞ്ഞ അതിന്റെ ഒപ്പം ഒന്നും കമ്പയർ ചെയ്യരുത്. അതെ, അങ്ങനെ കമ്പയർ ചെയ്യാനാണെങ്കിൽ ഇവർക്കൊക്കെ ആ സമയത്ത് റിലീസിന് പറഞ്ഞ സിനിമകളൊക്കെ റിലീസ് ചെയ്യാറുണ്ട്. അതെ, അങ്ങനെ കമ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് അതൊന്നും റിലീസ് ആയില്ല? അതിന് പിടുക്ക. അതാണ്, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ ഇത് ഇങ്ങനെ പറഞ്ഞ ഇനിയിപ്പോ അടുത്തത് ഫാൻസിനെ സൂചിപ്പിക്കാൻ പറഞ്ഞു പറയും. എന്റെ പൊന്നടാ, ഇപ്പൊ വാ തുറക്കാൻ പറ്റില്ലാത്ത അവസ്ഥയായിരുന്നു ഇപ്പൊ. എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ. ബൈ.